Anywhere you go, anywhere you go, you belong. അങ്കി ഉംബാര സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് വിന സെബലം സെവൻ ഹാരി. ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പെൺകുട്ടിക്ക് റിയലായിട്ട് നടന്ന കൊടൂര സംഭവമാണ്. അതായത് ഇതൊരു റിയൽ സ്റ്റോറിയാണ്. എല്ലാ വേദനയും അനുഭവിച്ച് മരിച്ച ഒരു പെൺകുട്ടിയുടെ കഥ. ഹൊറർ മോഡിൽ പോകുന്ന ഈ ഒരു ചിത്രം പേടിയുള്ളവരും ലോല ഹൃദയം ഉള്ളവരും കാണാതിരിക്കുന്നതാണ് നല്ലത്. അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിന എന്നൊരു പെൺകുട്ടിയെ കാണാം. തൻ്റെ ഫ്രണ്ടുകാരിയായ ലിൻഡയുടെ ആൻറ്റിയുടെ സലൂണിലാണുള്ളത്. വിനയുടെ ഒരു നീളമുള്ള മുടി വെട്ടി കളയാൻ കൊണ്ടുപോകുമ്പോൾ ഏയ് ആൻറ്റി അത് കളയണ്ട, എനിക്ക് താ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അന്നേരം ആൻറ്റി അയ്യോ മോളെ, തലമുടി വെട്ടിയ ശേഷം അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ആ തലമുടി ഇപ്പോൾ ഒരു ശവത്തിന് തുല്യം ആണ് എന്ന് പറയുകയാണ്. എന്നാൽ വിന ആണെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് തലമുടി ഒരു കവറിൽ ഇട്ടിട്ട് അവളുടെ ബാഗിൽ വെക്കുകയാണ്. എന്നിട്ട് ഒരു ഐസ് ക്യൂബ് എടുത്ത് വായിൽ ഇട്ട് മുറുന്ന് കടിച്ച് തിന്നുമ്പോൾ ലിൻഡയോട് മോളെ, നിന്റെ ഫ്രണ്ടുകാരി എന്താ ഇങ്ങനെ ഐസ് ക്യൂബ് ഒക്കെ ആരെങ്കിലും കടിച്ച് തിന്നോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പോകുമ്പോൾ എടി നിന്റെ ആൻറ്റി മുടിയൊക്കെ നന്നായി വെട്ടുന്നുണ്ട്, പക്ഷെ അനാവശ്യമായി കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുകയാ. അത് കേട്ട് ലിൻഡ അത് നീ കാര്യമാക്കേണ്ട, ആൻറ്റി പഴയ ആളല്ലേ, അങ്ങനെയൊക്കെ സംസാരിക്കൂ എന്ന് പറയുകയാണ്. അന്നേരം വിന ബാഗിൽ നിന്നും ഒരു ലെറ്റർ എടുത്ത് ലിൻഡയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നീ സൂക്ഷിച്ചു വെക്കണം. എപ്പോഴാണോ എന്നെ ഭയങ്കരമായി മിസ് ചെയ്യുന്നതോ എന്നെ എപ്പോഴാണോ കാണാൻ ആഗ്രഹിക്കുന്നതോ അന്ന് ഈ കടലാസ് ഓപ്പൺ ചെയ്ത് നോക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് നടന്ന് ഒരു ഗാനമേളയ്ക്ക് പോവുകയാണ്. അന്നേരം വിനയുടെ മുത്തശ്ശി കോൾ ചെയ്ത് എവിടെയാ മോളെ, എപ്പോഴാ വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലിൻഡയുടെ കൂടെ ഗാനമേള കാണുകയാ, ഇത് കഴിഞ്ഞിട്ട് ബൈക്ക് ടാക്സി വിളിച്ചു വരാം എന്ന് പറയുകയാണ്. മോളെ പെട്ടെന്ന് വാ, നിനക്ക് വേണ്ടി കുഴിമന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, നിന്റെ കൂടെ മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്ത് എടി നമുക്ക് പോകാം, മുത്തശ്ശി കട്ട വെയിറ്റിംഗിലാണ് എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ അവിടെ ജാക്കിയും കോങ്ങും വന്നിരിക്കുന്നു. വിനയുടെ അയൽവാസികളാണ്. വിനയ്ക്ക് അത്ര കമ്പനി ഇല്ലെങ്കിലും ലിൻഡയുമായി അവർ നല്ല കൂട്ടുകെട്ടാണ്. അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എങ്ങനെയാ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ബൈക്ക് ടാക്സിയിൽ പോകും എന്ന് പറയുമ്പോൾ എന്ത് ടാക്സിയോ, ഞങ്ങൾ ഫ്രീ ആണ്, ഞങ്ങൾ കൊണ്ടുവിടാം എന്നവർ പറഞ്ഞതും പെട്ടെന്ന് അടുത്തുള്ള ഒരു പാത്രം നിലത്ത് വീഴുകയാണ്. അശുഭ ലക്ഷണ സൂചന എന്ന് മനസ്സിലാക്കിയ ലിൻഡ ഏയ് വേണ്ട, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ബൈക്ക് ടാക്സിയിൽ വരാം എന്ന് പറഞ്ഞെങ്കിലും ഈ നട്ടപ്പാതിരക്ക് നിങ്ങൾ ബൈക്ക് ടാക്സിയിൽ പോകുന്നത് നല്ലതല്ല, ആരെയും വിശ്വസിക്കാനേ പറ്റില്ല, ഞങ്ങൾ സേഫായിട്ട് കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് അവർ കൺവിൻസ് ചെയ്ത് അങ്ങനെ ലിൻഡയെ കോങ്ങും വിനയെ ജാക്കും കൊണ്ടുപോകാൻ തുടങ്ങി. രണ്ടുപേരുടെയും വീട് വേറെ വേറെ റൂട്ടിലാണ്. ജാക്കും വിനയും പോകുന്നത് ഒരു പയ്യൻ കാണുകയും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എവിടെയാ വിടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൻ്റെ അടുത്ത് വിട്ടാൽ മതി, അവിടുന്ന് ഞാൻ നടന്നു പൊക്കോളാം എന്ന് വിന പറയുകയാണ്. അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയ പ്പോൾ ജാക്ക് ഒരുത്തനെ മീറ്റ് ചെയ്ത് ഒരു പാർസൽ കൊടുക്കുകയാണ്. അതൊരു ബൈക്ക് ഗാങ് ഇവരെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വിനയ്ക്ക് ഭയം തോന്നുകയാണ്. അങ്ങനെ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ആ ബൈക്ക് ഗാങ് പുറകെ ഫോളോ ചെയ്തു വന്ന് ഒരു ടൂൾ ഉപയോഗിച്ച് ജാക്ക് जिनसे हम लड़ ही नहीं सकते. ഒരു ടൂൾ ഉപയോഗിച്ച് ജാക്കിന്റെ തലയ്ക്ക് ഒരൊറ്റ അടി, ബൈക്ക് കൺട്രോൾ വിട്ട് ഒരൊറ്റ വീഴ്ച. ആ ഗ്യാങ്ങിലെ ലീഡറാണ് യാക്കി. അവൻ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് വിനയുടെ മുഖത്തേക്ക് അടിച്ചിടുകയാണ്. അവളെ മാത്രമല്ല ജാക്കിനെയും ഹെൽമെറ്റ് വെച്ചും വടി കൊണ്ടും അടിച്ച് വിനയെയും അടിച്ച് ബോധം കെടുത്തിയത് മാത്രമല്ല രണ്ടുപേരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.
അങ്ങനെ പിറ്റേ ദിവസം വിന കൊല്ലപ്പെട്ട ആദ്യത്തെ ദിവസം വിന മാത്രം അല്ല കൂടെ ഉണ്ടായിരുന്ന ജാക്കും മരിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ബോഡി കിടന്ന സ്ഥലത്ത് പോലീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടേക്ക് വിനയുടെ അച്ഛനും വന്നിട്ട് വിനയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അവളെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുൻപാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, പോകുന്ന വഴിക്ക് മരിച്ചുപോയി, കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പോലീസുകാരൻ പറയുമ്പോൾ അച്ഛനും മുത്തശ്ശനും അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സർ, ഇത് ആക്സിഡൻ്റ് ആയിരിക്കില്ല, കൊലപാതകം ആണെങ്കിലോ? അതിനല്ലേ ഞങ്ങൾ അന്വേഷിക്കാൻ നിൽക്കുന്നത്. ആക്സിഡൻ്റ് ആണോ കൊലപാതകം ആണോ എന്ന് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വിനയ്ക്ക് ചെയ്യാനുള്ള ചടങ്ങുകൾ ഒക്കെ ചെയ്യ് എന്ന് പറയുകയും അവർ തൽക്കാലം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്നേരം ഒരു റിപ്പോർട്ടർ വന്നിട്ട്, സർ, അവർ പറഞ്ഞത് ശരിയാണ്, ഇത് ആക്സിഡൻ്റ് അല്ല, കൊലപാതകമാണ്. അത് കേട്ട പോലീസുകാരൻ, എടാ അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കാം, നീ നിന്റെ പണിയെടുക്ക് എന്ന് പറഞ്ഞു വിടുകയാണ്. ഇതേ നേരം വീട്ടിൽ വിനയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പാവം മുത്തശ്ശി ആണെങ്കിൽ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരുന്നത് അല്ലേ. രാവിലെ അവളുടെ ബോഡി കണ്ടതോടെ മുത്തശ്ശിക്ക് ആകെ തളർന്നു പോയി. വിനയുടെ വസ്ത്രമൊക്കെ മടക്കി വെക്കുമ്പോൾ അവിടെ ഹാർട്ട് ഷേപ്പിൽ ഒരു ബോക്സ്, അതെടുത്ത് തുറക്കാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് എന്ത് ചിന്തിച്ചു എന്നറിയില്ല. അതവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ ഒരു കൊടൂര കാഴ്ച. അത്രയും സുന്ദരിയായിരുന്ന വിനയുടെ മുഖം ബൈക്കിൽ വന്ന ഗ്യാങ് അടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവളുടെ ആത്മാവിന് വേണ്ട കർമ്മങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് മുത്തശ്ശിക്ക് വിന വിളിക്കുന്ന പോലത്തെ വോയിസ് കേൾക്കാൻ തുടങ്ങി. എന്നെ നീ വിളിച്ചോ മോളെ വിന എന്ന് പറഞ്ഞ് അവളെ തൊടാൻ നോക്കുമ്പോൾ, എന്താ മുത്തശ്ശി ഇങ്ങനെ, അവൾ നമ്മളെ വിട്ടു പോയി, മുത്തശ്ശിക്ക് തോന്നിയതാ എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും വോയിസ് കേൾക്കാൻ തുടങ്ങി. എനിക്ക് ശരീരം എല്ലാം വേദനിക്കുന്നു മുത്തശ്ശി, സഹിക്കാൻ പറ്റുന്നില്ല. ആ വോയിസ് കേട്ട് സംശയം തോന്നിയ മുത്തശ്ശി വിനയുടെ ദേഹത്തെ തുണി മാറ്റിയപ്പോൾ അവളുടെ കാല് അടിച്ചു ഓടിച്ചു വെച്ച പോലെ ഉണ്ട്. ശരീരത്തിലെ മുറിവ് ഒക്കെ കാണുമ്പോൾ വിനയെ ആരോ ദ്രോഹിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം ആ റിപ്പോർട്ടർ വന്ന് എല്ലാം കണ്ട് വിനയുടേത് ആക്സിഡൻ്റ് അല്ല, അതൊരു കൊലപാതകം ആണ്, അതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്നൊക്കെ ചിന്തിച്ച് നേരെ പോയി ഫേസ്ബുക്കിൽ വിനയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വിന പഠിക്കാൻ മാത്രം അല്ല, ഫാഷൻ ഷോ പോലുള്ള കാര്യങ്ങളിൽ അവൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നോക്കി നിൽക്കെ പെട്ടെന്നൊരു ശബ്ദം. ആരെയും കണ്ടില്ലെങ്കിലും എന്തോ ഒരു അമാനുഷിക കാര്യം നടക്കുന്ന പോലെ അവന് ഫീലാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം വിനയുടെ ബോഡി ശ്മശാനത്തിൽ കൊണ്ടുപോയി കുഴിയിൽ കിടത്തി മൂടുകയും ചെയ്തു. മുത്തശ്ശി വിഷമിച്ച് കരയുകയാണ്. എന്നാൽ വിനയുടെ ഫ്രണ്ടുകാരി ലിൻഡ ഇത്ര ഒക്കെ സംഭവം ഉണ്ടായിട്ടും ഇവിടേക്ക് വരാത്തത് എന്താ എന്ന് അവിടെയുള്ള ഓരോരുത്തരും അന്വേഷിക്കുന്നുണ്ട്. ഇതേ നേരം ലിൻഡയുടെ അടുത്തേക്ക് മറ്റൊരു ഫ്രണ്ടുകാരി നൂറ് പോയി, എന്തു പറ്റിയടി വിനയുടെ ചടങ്ങിന് പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്തൊക്കെയോ കുറ്റബോധം സഹിക്കാൻ പറ്റുന്നില്ല, വിനയെ ജാക്കിൻ്റെ കൂടെ തനിയെ വിടണ്ടായിരുന്നു, അവളെ ഞാൻ തന്നെ വീട്ടിൽ വിട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നു, അതേപോലെ ഇതൊരു ആക്സിഡന്റ് ആവാൻ സാധ്യതയില്ല, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട് എന്നവൾ പറയുകയാണ്. ഇതേ നേരം റിപ്പോർട്ടർ ലിൻഡയുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആൻറ്റിയുടെ സലൂണിലേക്ക് ആണല്ലോ തുടക്കത്തിൽ വിന മുടി വെട്ടാൻ പോയത്. ആക്ച്വലി വിനയുടെ തലമുടിയിൽ ചൂയിങ് ഗം ഒട്ടിയിരുന്നു, അത് വെട്ടിയെടുക്കാനാണ് ഈ ആൻറ്റിയുടെ സലൂണിൽ പോയത്. അക്കാര്യങ്ങൾ ഒക്കെ ആൻറ്റി പറഞ്ഞപ്പോൾ ലിൻഡയ്ക്ക് ഒരുപാട് ബോയ്സും ആയിട്ട് കണക്ഷൻ ഉണ്ടല്ലോ, കോളേജിലെ ആ ഒരു ബൈക്ക് ഗ്യാങ് ഉണ്ടല്ലോ, അതിൽ ചേരാൻ മറ്റോ ആണോ അവളുടെ ശ്രമം. അത് കേട്ട്, അയ്യോ ബൈക്ക് ഗ്യാങ് ഉണ്ടല്ലോ, അവരെ ലിൻഡയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, ലിൻഡയ്ക്ക് അവരുമായി മാത്രം ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ബാക്കി ബോയ്സുമായിട്ട് നല്ല കമ്പനിയാണ്. ശരി, എനിക്ക് വിനയുടെ മരണം ബൈക്കർ ഗ്യാങ്ങിനും എന്തോ കണക്ഷൻ ഉണ്ടെന്ന് ഒരു തോന്നൽ, അതാ അന്വേഷിക്കാൻ വന്നത്, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ റിപ്പോർട്ടറിനെ നിർത്തിയിട്ട്, ഇനി വിനയ്ക്ക് 7 ദിവസം ഉണ്ട് എന്ന് പറയുകയാണ്. എന്ത് 7 ദിവസമോ? നിങ്ങൾ എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഇവിടെയുള്ള മതവിശ്വാസ പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും കാര്യം തീർക്കാൻ 7 ദിവസം സമയമുണ്ട്. ചെയ്തു തീർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ? എന്ത് വേണേലും ആവാം. ചിലപ്പോൾ പ്രതികാരം, ചിലപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ച കാര്യം, അങ്ങനെ എന്തുമാവാം. അതൊക്കെ 7 ദിവസം കൊണ്ട് ചെയ്തു തീർത്ത് ആത്മാവ് ഈ ലോകം വിട്ടു പോകും എന്നൊക്കെ പറയുകയാണ്. ഇതേ നേരം മറ്റൊരു വശത്ത് ലിൻഡ ആണെങ്കിൽ വിഷമിച്ച് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അന്നേരം അവളുടെ കയ്യിൽ വിന അവൾക്ക് കൊടുത്ത ഒരു വള ഉണ്ട്. അത് നോക്കി നിൽക്കെ ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ വിനയും ലിൻഡയും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ഫ്രണ്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്. അവൻ്റെ ബാഗിൽ ധൂം റൈഡേഴ്സ് എന്ന് ആ ബൈക്ക് റൈഡേഴ്സ് ഗ്യാങ്ങിന്റെ പേരുണ്ട്. എന്താടാ നീയും ആ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്താ? പിന്നെ എന്ത് ചെയ്യാനാ, അവർ എന്നെ ടോർച്ചർ ചെയ്യുകയാ, ഭയങ്കരമായി ഉപദ്രവിക്കുകയാ, ആ ഗ്യാങ്ങിൽ ചേർന്നതിൽ പിന്നെയാ എന്നെ അവർ ഉപദ്രവിക്കുന്നത് നിർത്തിയത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അന്ന് രാത്രി മുത്തശ്ശിയോട്, മുത്തശ്ശി
നമ്മളെ ഒരാൾ ടോർച്ചർ ചെയ്യാൻ വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ വിട്ടുകൊടുക്കരുത്, തിരിച്ചു പോരാടണം എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. അന്നേരം നമ്മളെ ആക്രമിക്കാൻ വരുന്നത് ഒരു പയ്യനാണെങ്കിൽ ഒരു പെണ്ണായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ പെണ്ണാണെന്ന് പറഞ്ഞ് സ്വയം ധൈര്യം കളയുന്നത്? അങ്ങനെ ഒരുത്തൻ വന്നാൽ അവൻ്റെ ഷോൾഡർ പിടിച്ച് വലിച്ചോണ്ട് പോയി ആൾക്കാരുടെ മുന്നിൽ നിർത്തിയിട്ട് അവൻ്റെ മോന്തക്കിട്ട് ഒരൊറ്റ അടി കൊടുത്താൽ മതി, പിന്നെ നിന്നെ അവൻ മാത്രം അല്ല വേറെ ഒരുത്തനും തൊടാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ഉറക്കിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. എല്ലാം മുത്തശ്ശി കണ്ട ഒരു സ്വപ്നമായിരുന്നു. നേരെ മുത്തശ്ശിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി മനസ്സിലുള്ള കാര്യം പറയാൻ തുടങ്ങി. നമ്മുടെ പേരക്കുട്ടിയെ വിനയെ പുതയ്ക്കുന്നതിന് മുൻപ് ആചാരപ്രകാരം തലയിൽ വെള്ളം ഒഴിക്കാൻ ഞാനും പോയി. അന്നേരം അവളുടെ മുഖത്തൊക്കെ ഒരുപാട് മുറിവുകൾ ഞാൻ കണ്ടു. കയ്യിൽ എല്ലൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടായി, കാലും അതേപോലെ ആയിരുന്നു. അതൊക്കെ കാണുമ്പോൾ വിന ആക്സിഡന്റിൽ മരിച്ചതല്ല, ആരോ അവളെ നശിപ്പിച്ച് കൊന്നതാണെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നീ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? പോലീസ് അതൊക്കെ അന്വേഷിച്ച് പറഞ്ഞതല്ലേ ആക്സിഡന്റ് ആണെന്ന്, നീ പോയി കിടന്നുറങ്ങ് എന്ന് മുത്തശ്ശൻ പറയുകയും എന്നാൽ മുത്തശ്ശിക്ക് അതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നൊരു മനോഭാവത്തോടെ പോകുമ്പോൾ മരിച്ചുപോയ വിനയുടെ റൂമിൽ നിന്നും വിന കരയുന്ന പോലത്തെ വോയിസ് കേൾക്കാൻ തുടങ്ങി. പോയി നോക്കുമ്പോൾ ആ ബോക്സ് ഓപ്പൺ ആയി കിടക്കുന്നത് കാണുകയാണ്. ഇതാരാ ഇവിടെ ഇട്ടത് എന്നറിയാതെ പോയി നോക്കുമ്പോൾ അതിൽ വിനയുടെയും ഫ്രണ്ടുകാരി ലിൻഡയുടെയും ഫോട്ടോ കാണാം. അതുമാത്രമല്ല തുടക്കത്തിൽ വിന പാർലറിൽ വെച്ച് വെട്ടിയെടുത്ത അവളുടെ തലമുടിയും ഉണ്ട്. അതൊക്കെ കണ്ട് മുത്തശ്ശി ഫീൽ ചെയ്ത് ആ ബോക്സ് കൊണ്ടുപോയി അലമാരയിൽ വെച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ അലമാരയിൽ നിന്നും വിന കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. വിന നീ ഇവിടെയാണോ ഉള്ളത് എന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്തെങ്കിലും അവളെ കണ്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം വിന മരിച്ചിട്ട് 3-ാമത്തെ ദിവസം മുത്തശ്ശിയും വിനയുടെ ഒരു ചേച്ചിയും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ വിനയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് വിനയുടെ ബാഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവർക്ക് കാണിക്കുകയാണ്. അതിൽ വിനയുടെ ഫോണും പിന്നെ തുടക്കത്തിൽ ബബിൾ ഗം ഒട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് തലമുടി വെട്ടിയിരുന്നില്ലേ, ആ തലമുടിയും ഉണ്ട്. അന്നേരം അവിടേക്ക് ഒരു റിപ്പോർട്ടർ വന്നിട്ട് എൻ്റെ പേര് ടോണി, ഞാൻ വിനയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതൊരു സാധാരണ ആക്സിഡൻ്റ് അല്ല, നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞു ഒരു കാർഡ് കൊടുക്കുകയും അത് നോക്കിയപ്പോൾ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെയുണ്ട്, അതായത് അമാനുഷിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നവർ. എടാ നീ എന്താ എൻ്റെ മകൾ പ്രേതം ആണെന്നാണോ പറഞ്ഞു വരുന്നത്? പ്രേതകഥ എഴുതാൻ ഞങ്ങളെ യൂസ് ചെയ്യുന്നതാണോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ കൃത്യം അവിടേക്ക് പോലീസുകാരൻ വന്നിട്ട് നിന്നോട് ഇവിടെ വരാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്, പോയിക്കോ ഇവിടുന്ന് എന്ന് റിപ്പോർട്ടറെ പറഞ്ഞു വിട്ട് സോറി മാഡം, ഈ ബാഗും മൊബൈലും ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. വിനയുടെ കേസിൻ്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ട് ഇതൊക്കെ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാം, തൽക്കാലം നിങ്ങൾ പോയിക്കോ എന്ന് പറയുകയും അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ലിൻഡയെ കാണാം. അവൾ വിനയെ ഓർത്ത് വിഷമിച്ച് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോവുകയും പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ഒരു പഴയ ഷെഡിൽ ഉള്ളതായും അവളുടെ കൈ കാലുകൾ അനക്കാൻ പറ്റാത്ത പോലെയും കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രേതം വന്ന് അവളുടെ കൈ കാലൊക്കെ പിടിച്ച് നിർത്തിയ പോലെ കാണുകയും ആകെ ഭയന്ന് പ്ലീസ് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ നോക്കിയാൽ ദേ മുന്നിൽ ഒരു വലിയ ചോളപ്പാടം. അതിൽ നിന്നും ദേ വരുന്നു വിനയുടെ പ്രേതം. നേരെ ലിൻഡയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ വിന എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞെങ്കിലും അവളുടെ വായ പിടിച്ച് തുറന്ന് വിനയുടെ ആത്മാവ് ലിൻഡയുടെ ശരീരത്തിലേക്ക് പോയതും പെട്ടെന്ന് അവൾ ഞെട്ടി ഉണരുകയാണ്. അവിടേക്ക് റിപ്പോർട്ടർ ടോണി വന്നിട്ട് ആ ബൈക്കർ ഗ്യാങ്ങിലെ ആരെയെങ്കിലും വിനയെ ശല്യം ചെയ്യാറുണ്ടായിരുന്നോ? വിനയുടെ മരണത്തിനും അവർക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലിൻഡ ആലോചിച്ച് ഉണ്ട്, അതിൽ ഒരാളെ എനിക്ക് സംശയമുണ്ട്. അവൻ്റെ പേര് യാക്കി. അവൻ ഇടയ്ക്കിടയ്ക്ക് വിനയെ ശല്യം ചെയ്യാറുണ്ടായി. അവനാണ് ആ ഗ്യാങ്ങിൻ്റെ ലീഡർ. ഒരു ഫ്ലാഷ് ബാക്ക്, അതിൽ യാക്കി ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ വായി നോക്കി ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അന്നേരം വിനയെ കാണുകയും അവളോട് കൂടുതൽ താല്പര്യം തോന്നി അവൾക്ക് കോൺ ഐസ്ക്രീം വരെ വാങ്ങിക്കൊടുക്കുകയാണ്. വിന വാങ്ങിച്ചത് കണ്ട് ഫ്രണ്ടുകാരി ലിൻഡ എടി നീ എന്തിനാ കണ്ണിൽ കണ്ടവർ തരുന്നത് വാങ്ങുന്നേ? അവനെക്കുറിച്ച് അറിയില്ലേ? വലിയ ഒരു കോഴിയാണ്, കാട്ടുകോഴി. അതറിഞ്ഞിട്ടും എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? അത് കേട്ട് അതിനിപ്പോൾ എന്താ ഐസ്ക്രീം വാങ്ങി എന്ന് വെച്ച് എന്തുണ്ടാവാനാ എന്ന് സിമ്പിളായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ യാക്കി വിനയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തത് യാക്കിയുടെ ഗേൾ ഫ്രണ്ട് ഒരുത്തി കാണുകയും ചെയ്തു. പിന്നെ നടന്നത് ഗുലുമാൽ. ഗേൾ ഫ്രണ്ട് വിനയെ പിടിച്ച്
ബാത്റൂമിലിട്ട് അടിച്ച് അവളുടെ വായിലുണ്ടായിരുന്ന ബബിൾ ഗം വിനയുടെ തലയിൽ ഒട്ടിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രശ്നത്തിന് ശേഷം വിനയും ലിൻഡയും ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് വരുമ്പോൾ അവിടെ യാക്കിയുടെ ഗാങ് ഇരുന്നിട്ടുണ്ട്. വിനയെ കണ്ടതും അവളെ നിർബന്ധിച്ച് കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞെങ്കിലും വിന ആണെങ്കിൽ കൈ തട്ടി മാറ്റിയിട്ട് നിങ്ങളുടെ കോയിത്തരം എന്നോട് കാണിക്കേണ്ട കാട്ടുകോയി എന്ന് പറഞ്ഞ് യാക്കിയെ അപമാനിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം വിന ലിൻഡയോട് എടി നിന്നെ ആരെയെങ്കിലും ടോർച്ചർ ചെയ്തിട്ടുണ്ടോ? അത് കേട്ട് ഏയ് ഇപ്പോൾ ഇല്ല, ചെറുപ്പത്തിൽ നടന്നിട്ടുണ്ട്, ബട്ട് ഇപ്പോൾ അതൊന്നും ഓർമ്മയിൽ അധികം ഇല്ല. എന്താ നിന്നെ ആരെങ്കിലും ടോർച്ചർ ചെയ്തോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എന്ന് വിന കള്ളം പറയുകയാണ്. അന്നേരം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടുകാരി നൂറ് എനിക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോവുകയും അവിടെ ഫാഷൻ ഷോ നടക്കുന്നത് കാണുമ്പോൾ വിനയുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. അത് എന്തെന്നാൽ വിനയും കുറച്ച് പെൺകുട്ടികളും ഒരിക്കൽ ഫാഷൻ ഷോയിൽ മത്സരിച്ചിരുന്നു. അതിൽ വിനയെ കാണാൻ നല്ല ഭംഗി ഉള്ളതിനാലും അവൾ ധരിച്ച വസ്ത്രം അടിപൊളി ആയതിനാലും അവൾ വിജയിച്ചു, ഫസ്റ്റ് പ്രൈസ് കിട്ടുകയായിരുന്നു. അതൊക്കെ യാക്കി കാണുകയും ആ കാട്ടുകോഴിയുടെ മനസ്സിൽ അവളെ എങ്ങനെയെങ്കിലും സെറ്റാക്കിയെടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാവുകയും വിന വാഷ്റൂമിൽ പോയപ്പോൾ പുറകെ യാക്കിയും പോവുകയാണ്. വേറെ ഗേൾസ് അകത്ത് കടക്കാതിരിക്കാൻ അവൻ്റെ ഗ്യാങ് കാവൽ നിന്ന് എല്ലാവരെയും തടഞ്ഞു നിർത്തുകയാണ്. അകത്ത് വിനയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ എടാ നീ എങ്ങനെ ഇവിടെ വന്നു, ഇത് ലേഡീസിൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ അവളെ പിടിച്ച് കിസ് ചെയ്യാൻ നോക്കുകയാണ്. പടിവാതുക്കൽ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വാ തുറന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ നടന്നത് മറ്റൊന്നാണ്. വിന കാർക്കിച്ച് അവൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പ്, എന്നിട്ട് സ്ലോ മോഷനിൽ പോവുകയാണ്. അതൊക്കെ അവൻ്റെ ഫ്രണ്ട്സ് കണ്ടതിനാൽ യാക്കിക്ക് കൂടുതൽ ഇൻസൾട്ട് ആവുകയും ചെയ്തു. അതൊക്കെ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്ന വിനയോട് ഫ്രണ്ടുകാരി ലിൻഡ എന്താണ് നീ ആലോചിക്കുന്നത്, നീ എന്തിനാ എന്നോട് ആരെങ്കിലും ടോർച്ചർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്, നിന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്നെ ആര് ശല്യം ചെയ്യാനാ എന്നൊക്കെ വിക്കി പറഞ്ഞ് അങ്ങനെ അവർ ലിൻഡയുടെ ആൻറ്റിയുടെ സലൂണിലേക്ക് പോവുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ലിൻഡ റിപ്പോർട്ടറിനോട് പറയുകയായിരുന്നു. അന്ന് എന്തോ ഒരു കാര്യം വിന എന്നോട് പറയാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അവൾ അത് തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ എനിക്കറിയൂ. അതേപോലെ നടന്നത് ഒരു ആക്സിഡൻ്റ് അല്ല, ഒരു കൊലപാതകം ആണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ലിൻഡ പറയുകയാണ്. അതിനുശേഷം റിപ്പോർട്ടർ ടോണി ബൈക്കർ ഗാങ് ലീഡർ യാക്കി ഉണ്ടല്ലോ, അവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അവനെക്കുറിച്ചും അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ യാക്കി ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കാണാം. അവൻ്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. മകനെ ലാളിച്ച് വളർത്തിയത് കൊണ്ടാണ് അവൻ ഒരു ക്രിമിനലായിട്ട് വളർന്നത്. അച്ഛൻ ഉണ്ടെന്ന ധൈര്യത്തിലാണ് യാക്കി പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നത്. അതേപോലെ ഇപ്പോൾ യാക്കി ഇവിടെ നിന്നാൽ അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാൽ അവനെ ഈ നാട്ടിൽ നിന്നും തൽക്കാലം പറഞ്ഞു വിടാൻ എല്ലാം പാക്ക് ചെയ്യാൻ പറയുകയാണ്. ഞാൻ പോകുന്നില്ല എന്ന് വാശി പിടിച്ചെങ്കിലും നീ മാറി നിന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ യാക്കി പോയി കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, അതായത് തുടക്കത്തിൽ വിന സലൂണിൽ ഇരിക്കുമ്പോൾ കറുമുറൂന്ന് ഐസ് ക്യൂബ് കടിച്ചു തിന്നിരുന്നില്ലേ, അതേ ശബ്ദം. ഭയത്തോടെ എണീറ്റ് താഴെ കാല് കുത്തിയപ്പോൾ നിലത്ത് ഐസ് വെള്ളം. ഇതാരാ ഐസ് ക്യൂബ് ഇവിടെ കൊണ്ടിട്ടത് എന്ന് സംശയിച്ച് അടുത്തുള്ള ബാത്ത് ഡബ്ബയിൽ നിന്നാണോ ആ ശബ്ദം വരുന്നത് എന്ന് കരുതി അവിടെ പോയി നോക്കുമ്പോൾ അവിടെയും ഒരുപാട് ഐസ് ക്യൂബ് നിലത്ത് വിതറിയതായി കാണുകയാണ്. അതേപോലെ ബാത്ത് ഡബ്ബയിൽ നിറയെ ഐസ് ക്യൂബ്. അതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് വിനയുടെ പ്രേതം വന്ന് അവനെ പിടിച്ച് അവൻ്റെ തല ചുമരിൽ ഇടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ പ്ലീസ് വിന എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അത് ശരി, ഞാൻ ഇതേപോലെ കരയുമ്പോൾ എന്നെ നീ വെറുതെ വിട്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ കാലിലേക്ക് ചവിട്ടി എല്ലൊടിച്ച് അന്ന് മുഖത്തേക്ക് കാറി തുപ്പിയതുപോലെ ഇപ്പോൾ രക്തം കാറി തുപ്പുകയാണ്. ആകെ ഭയന്ന് വേദനയോടെ അലറി കണ്ണു തുറന്ന് നോക്കുമ്പോൾ പ്രേതത്തെയും കാണാനില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതുപോലെയും ഇല്ല. എന്നാൽ തലയിൽ ഏറ്റ മുറിവ് മാത്രം ബാക്കിയുണ്ട്. ഒന്നും മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ
ഇരിക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം വന്ന് ഓൻ്റെ തലമണ്ടക്ക് അടിക്കാൻ നോക്കുമ്പോൾ ജീവനും കൊണ്ട് ഓടി താഴേക്ക് ചാടാൻ നോക്കുമ്പോൾ കൃത്യം അവിടേക്ക് അച്ഛൻ വന്ന് അവനെ രക്ഷിച്ച് എന്താ മോനെ എന്തു പറ്റി, എന്തിനാ പേടിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിന വിന എന്ന് വിക്കി വിക്കി ഭയന്ന് പറയുകയാണ്. അവനെ രണ്ടുപേരും ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അങ്ങനെ പിറ്റേ ദിവസം വിന മരിച്ച് 4 ദിവസമായി. റിപ്പോർട്ടർ ടോണി ആണെങ്കിൽ വിന കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് പോയി അവിടെയുള്ള നാട്ടുകാരോട് ധൂം ബൈക്കേഴ്സ് ഗ്യാങ്ങിനെ കുറിച്ച് അറിയോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ആർക്കും അറിയില്ല. അവസാനം ഒരാൾ മാത്രം മോനെ നീ ധൂംസ് റൈഡേഴ്സിനെ കുറിച്ചാണോ അന്വേഷിക്കുന്നത്? അവർ ആ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഷെഡിലാണ് അധികവും ഉണ്ടാവാറ്. അവിടെ മദ്യം മയക്കുമരുന്നൊക്കെ ആയി നിൽക്കുന്ന സ്ഥലമാ എന്ന് പറഞ്ഞതും അത് കേട്ട് ആ സ്ഥലത്തേക്ക് ടോണി പോവുകയാണ്. ഇതേ നേരം ലിൻഡയെ കാണാം. തുടക്കത്തിൽ വിന ലിൻഡയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ട് എന്നെ എപ്പോഴാണോ മിസ് ചെയ്യുന്നതോ അപ്പോഴൊക്കെ ഈ ലെറ്റർ തുറന്ന് നോക്ക് എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനാൽ ഇപ്പോൾ ആ ലെറ്റർ തുറന്ന് നോക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് നല്ല പേടിയുണ്ട്, നീയും ഞാനും പിരിയേണ്ടി വരുന്ന സമയത്ത് ഞാൻ മരിച്ചു പോകുമോ എന്നോർത്ത് പേടിയാവുന്നു. അതേപോലെ നമ്മളെ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നാൽ നമ്മൾ എതിർത്ത് പോരാടണം എന്ന് നീയും എൻ്റെ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് അതിനുള്ള കരുത്ത് ഇല്ല, എന്നെ കൊണ്ട് പറ്റിയില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് ലിൻഡ വിഷമിച്ച് കരയുകയാണ്. വിനയെ ഓർത്തത് കൊണ്ടാവാം പെട്ടെന്ന് വിനയുടെ പ്രേതാത്മാവ് വന്ന് ലിൻഡയുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്തു. ആ ഒരു ഭീകര അവസ്ഥയിലുള്ള ബഹളം കേട്ട് ആൻറ്റിയും ലിൻഡയുടെ അമ്മയും വന്ന് നോക്കുമ്പോൾ ലിൻഡയുടെ കണ്ണിൻ്റെ നിറം മാറിയതായും ലിൻഡ വ്യത്യസ്തമായി പെരുമാറുന്നത് കണ്ട് ഭയപ്പെടുകയാണ്. ലിൻഡ കാറ്റിൽ പറന്ന് കിടക്കുന്നത് കാണുമ്പോൾ ആത്മാവ് കയറിയതാണെന്ന് മനസ്സിലായി. ഇതേ നേരം ടോണിയാണെങ്കിൽ ബൈക്കർ ഗ്യാങ്ങിൻ്റെ ഷെഡിൽ എത്തുകയും നോക്കിയാൽ ഈ സ്ഥലം ആണ് ഒരിക്കൽ ലിൻഡയുടെ സ്വപ്നത്തിൽ കണ്ടത്. അവളെ പ്രേതം പിടിച്ചതായും ചോളപ്പാടത്ത് നിന്നും വിനയുടെ പ്രേതം വരുന്നതായും കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ആരും തന്നെയില്ല. എന്നാൽ അവിടെ കുറച്ച് രക്തക്കറയും സോഫ വീണ് കിടക്കുന്നതൊക്കെ കാണാം. എന്തോ ഒരു തെറ്റായ കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ടോണി മനസ്സിലാക്കുകയാണ്. ഇതേ നേരം വിനയുടെ മുത്തശ്ശി അലമാര തുറന്ന് വിനയുടെ ആ ഹാർട്ട് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന വിനയുടെ തലമുടി കാണാനില്ല. അന്നേരം അവിടേക്ക് വിനയുടെ ചേച്ചി വന്നിട്ട് എന്താ മുത്തശ്ശി തപ്പുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഈ ബോക്സിൽ വിനയുടെ തലമുടി ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ കാണാനില്ല. അതേപോലെ പോലീസ് സ്റ്റേഷനിലുള്ള വിനയുടെ ബാഗിൽ അവളുടെ തലമുടി കണ്ടിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന തലമുടി എങ്ങനെ അവിടെ എത്തി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏയ് മുത്തശ്ശി, വിന മരിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെ അവളുടെ മുടി ഈ ബോക്സിൽ കാണുന്നത്? നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ആരോ വന്ന് വിളിക്കുകയും പോയി നോക്കുമ്പോൾ ലിൻഡയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസിയായിരുന്നു. അവൻ വന്നിട്ട് ലിൻഡയുടെ ശരീരത്തിൽ വിനയുടെ ആത്മാവുണ്ട്, അവിടെ ഉള്ളവരോട് സംസാരിക്കുന്നില്ല, നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ലിൻഡയുടെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും നേരെ ലിൻഡയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ലിൻഡയുടെ ശരീരത്തിലുള്ള വിനയുടെ ആത്മാവ് അലറി അലറി കരയുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അവൾക്ക് നടന്ന കൊടൂര വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങുകയാണ്. അതൊക്കെ വിനയുടെ ചേച്ചി റെക്കോർഡ് ചെയ്യാനും തുടങ്ങി. എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഞാൻ ആക്സിഡൻറ്റിൽ മരിച്ചതല്ല, എന്നെ വേദനിപ്പിച്ച് കൊന്നതാണ്. അന്ന് ഞാനും ജാക്കിയും ബൈക്കിൽ വരുമ്പോൾ യാക്കി നമ്മുടെ തലയ്ക്ക് അടിച്ച് നിലത്തിട്ട് എന്നിട്ട് അവൻ വിടാതെ എൻ്റെ മുഖത്തേക്ക് അടിച്ചു, എൻ്റെ കാലിൽ അടിച്ചു, എൻ്റെ പുറത്തേക്ക് ചവിട്ടി ഓടിച്ചു. പകുതി ബോധം പോയ എന്നെ എടുത്തോണ്ട് പോയി. ഒരു പഴയ ഷെഡ് ഓർമ്മയുണ്ട്, അവിടെ വലിച്ചോണ്ട് പോയി എൻ്റെ കണ്ണിലേക്ക് ഒരു ബെൽറ്റ് വെച്ച് കെട്ടി യാക്കി എന്നെ നശിപ്പിച്ചു. കണ്ണിലെ ബെൽറ്റ് എടുത്ത് മാറ്റി പിന്നെയും അവൻ എന്നെ പീഡിപ്പിച്ചു. അവൻ മാത്രമല്ല, അവൻ്റെ ഓരോ ഫ്രണ്ട്സും മാറി മാറി എന്നെ നശിപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്ന ജാക്കി എന്നെ രക്ഷിക്കാൻ നോക്കി, പക്ഷേ അവർ അവനെയും അടിച്ച് പിടിച്ച് നിർത്തി. അവൻ്റെ കൺമുൻപിൽ വെച്ച് വീണ്ടും എന്നെ ഓരോരുത്തരായി റേപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവർ പോകും എന്നാ കരുതിയത്, എന്നിട്ടും എന്നെ വെറുതെ വിട്ടില്ല. യാക്കി അവൻ്റെ ബൈക്കിൽ കയറി
എൻ്റെ ബൈക്കിൽ കയറി എൻ്റെ കാലിലേക്ക് കയറ്റി ഇറക്കി എൻ്റെ കാല് ഒടിച്ചു കളഞ്ഞു. അവൻ മാത്രമല്ല, പുറകിലൂടെ അവൻ്റെ ഫ്രണ്ട്സും എൻ്റെ കാലിലേക്ക് ബൈക്ക് കയറ്റി രസിച്ചു. അങ്ങനെ എല്ലാ വേദനയും സഹിച്ച് ഒടുവിൽ ഞാൻ മരിച്ചുപോയി. ജാക്കിയെ ഒരു കല്ലെടുത്ത് അവൻ്റെ തലയ്ക്ക് ഇട്ട് അവനെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ബോഡി കൊണ്ടുപോയി ആക്സിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്സിഡൻറ്റ് നടന്ന പോലെ കൊണ്ടുപോയി ഇട്ടു. അതിനുശേഷമാണ് പോലീസ് വന്നത് എന്നൊക്കെ പറഞ്ഞ് വിനയുടെ ആത്മാവ് അതേ വേദനയോടെ കരയുകയാണ്. അന്നേരം മുത്തശ്ശി അവർക്കുള്ള ശിക്ഷ പോലീസ് കൊടുക്കും, നീ ശാന്തി അടയണം, സ്വർഗത്തിലേക്ക് പോകണം എന്ന് പറയുകയാണ്. എങ്ങനെ ശിക്ഷ കിട്ടാനാണ്? യാക്കി പോലീസിൻ്റെ മകനാണ്. അവൻ ഈ നാട് വിട്ടു പോയാൽ പിന്നെ പിടികിട്ടില്ല. അവനെ പോലീസ് സംരക്ഷിക്കും. അത് സംഭവിക്കാൻ പാടില്ല. എല്ലാരെയും തീർത്തിട്ടേ ഞാൻ പോകൂ. എൻ്റെ ബോഡി കാണാൻ എന്താ ലിൻഡ വരാത്തത്? അവൾ എന്തേ മാറി നിന്നത് എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവൾ കാരണം ആണ് നീ മരിച്ചത് എന്നൊരു കുറ്റബോധം ഉണ്ടായി. അതാ പേടിച്ച് വിഷമിച്ച് വരാത്തത്. അവളോട് ക്ഷമിക്കണേ. അതേപോലെ നീ ഇപ്പോൾ ലിൻഡയുടെ ശരീരത്തിലല്ലേ ഉള്ളത്. നിന്റെ ആത്മാവ് കയറിയത് മുതൽ അവളുടെ ശരീരം നശിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശരീരം വിട്ടു പോകണം എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വേണം എന്ന് വിന പറയുകയാണ്. അങ്ങനെ വെള്ളം കുടിച്ച ശേഷം ലിൻഡയുടെ ശരീരം വിട്ടു പോവുകയും ചെയ്തു. ലിൻഡ മയങ്ങി വീഴുകയാണ്. വിനയുടെ അച്ഛൻ ആണെങ്കിൽ തൻ്റെ മകളെ ആ പോലീസുകാരൻ്റെ മകനാണ് കൊന്നത് എന്നറിഞ്ഞ് കലിപ്പിൽ പ്രതികാരം ചെയ്യാനുള്ള ഭാവത്തിൽ ഇരിക്കുമ്പോൾ വിനയുടെ ചേച്ചിയാണെങ്കിൽ വിന പറയുന്ന കാര്യങ്ങൾ ഒക്കെ റെക്കോർഡ് ചെയ്തിരുന്നില്ലേ? ആ റെക്കോർഡ് ചെയ്ത വോയിസ് നേരെ റിപ്പോർട്ടർ ടോണി ഉണ്ടല്ലോ, അവന് കോൾ ചെയ്ത് പറഞ്ഞ് വോയിസ് അയച്ചു കൊടുക്കുകയും ചെയ്തു. ടോണി ആണെങ്കിൽ ആ വോയിസ് വിന തനിക്കുണ്ടായ അനുഭവം പറഞ്ഞ ആ വോയിസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് എല്ലാവരെയും കേൾപ്പിച്ചു. ജനങ്ങൾ എല്ലാം അറിയുകയും ചെയ്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ നോക്കുമ്പോൾ വരൂ ഇരിക്ക്, നിങ്ങൾ പറയാൻ വരുന്ന കാര്യം എല്ലാം ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു കഴിഞ്ഞു. വിനയ്ക്ക് സംഭവിച്ചത് വളരെ ദുഃഖമുള്ള കാര്യമാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ അത് വിശ്വസിക്കാം, ജനങ്ങൾ അത് വിശ്വസിക്കും, എന്നാൽ കോടതി അത് വിശ്വസിക്കില്ല. കാരണം അതൊരു വോയിസ് ക്ലിപ്പ് മാത്രമാണ്. വിന മരിച്ചതിന് ശേഷമുള്ളതാണ്. പ്രേതത്തിലും ഭൂതത്തിലും കോടതി വിശ്വസിക്കില്ല. വിനയാണ് അത് സംസാരിച്ചത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? വീഡിയോ അങ്ങനെ എന്തേലും? അത് ഇല്ലല്ലോ. പിന്നെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾ എന്ന് സംശയിക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കും? ഇനി വിന ശരിക്കും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അവളുടെ ബോഡി പുറത്തെടുത്ത് പുനഃപരിശോധന നടത്തണം. ആ വോയിസ് ക്ലിപ്പിൽ പറയുന്ന പോലെ വിനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്ന് പറയുകയാണ്. വിനയുടെ അച്ഛൻ വീണ്ടും അവളുടെ ബോഡി കുഴിച്ചെടുത്ത് പരിശോധിക്കുന്നത് നല്ലതല്ല, കർമ്മം ചെയ്ത് അടക്കിയതല്ലേ എന്ന് പറയുമ്പോൾ, ഏയ് മനുഷ്യ, അവളുടെ ബോഡി ഓട്ടോപ്സി ചെയ്താൽ മാത്രമേ അവൾക്ക് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവൂ. ആ തെളിവ് കൂടി കിട്ടിയാലേ കുറ്റവാളികളെ ശിക്ഷിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ അച്ഛൻ സമ്മതിക്കുകയാണ്. അതിനുശേഷം രാത്രി യാക്കിയെ കാണാം. അവൻ ഫേസ് വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിനയുടെ പ്രേതം വന്ന് ഭയപ്പെടുത്തി അവനെ പിടിച്ച് അവൻ്റെ തല ചുമരിലേക്ക് ഉരച്ചു കൊണ്ടുപോയി ചുമരിലേക്ക് ഇടിച്ച് വലിച്ചെറിയുകയാണ്. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ പ്രേതത്തെ കാണാനില്ല. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും എന്താ നടക്കുന്നേ എന്നൊരു ഭയത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു പലക എടുത്ത് വിനയെ എങ്ങനെയാണോ അടിച്ചതോ അതേപോലെ യാക്കിയെയും അടിക്കാൻ തുടങ്ങി. കയ്യിലും മുഖത്തും അടിച്ച ശേഷം അവൻ്റെ കാല് ഡോർ
ഡോറിൽ ഇറുക്കി ഡോർ അടച്ച് അവൻ്റെ കാല് ഒടിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ്റെ ബെൽറ്റ് ഊരി എടുത്ത് നടുവിലേക്ക് ചവിട്ടി നടു ഒടിച്ച് അവളുടെ കണ്ണിലേക്ക് ബെൽറ്റ് കെട്ടിയ പോലെ ഇവൻ്റെ കണ്ണിലേക്കും ബെൽറ്റ് കെട്ടിവെച്ച് തല നിലത്തേക്ക് ഇടിച്ച് കൊടൂരമായി അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം, അതായത് വിന മരിച്ചിട്ട് 6 ദിവസം, അവളുടെ ബോഡി എടുത്ത് ഓട്ടോപ്സിയും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പരിശോധിച്ച് അവളുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ലിൻഡയുടെ ശരീരത്തിലേക്ക് വീണ്ടും വിനയുടെ ആത്മാവ് വന്ന് അലറാൻ തുടങ്ങി. അവളുടെ ശരീരം പുറത്തെടുത്തതിനാൽ വിനയ്ക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ, അവളെ ഉപദ്രവിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വന്ന് അലറി കരയാൻ തുടങ്ങി. ഇപ്പോഴാണ് ചേച്ചിക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. വിനയ്ക്ക് അവളുടെ തലമുടി ഭയങ്കര ഇഷ്ടമാണ്. അതിനാലാണ് ഒരിക്കൽ വെട്ടിയ തലമുടി കളയാതെ ബാഗിൽ വെച്ചത്. ഇപ്പോൾ എൻ്റെ തലമുടി വെട്ടിയത് എന്തിനാ, എന്നെ എന്തിനാ ദ്രോഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അലറി കരയുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്, തലമുടിയൊക്കെ വെട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. വിനയോട്, മോളെ നീ ക്ഷമിക്ക്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ തെളിവ് ഉണ്ടാക്കി നിന്നെ ദ്രോഹിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ പറ്റൂ, എല്ലാം നല്ലതിനു വേണ്ടിയാണ്, നിനക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വിന അതൊക്കെ അനുസരിച്ച് നിന്ന് ഒടുവിൽ എനിക്ക് ശാന്തി ലഭിച്ചു, തെളിവ് അവർക്ക് കിട്ടി, എനിക്ക് നീതി കിട്ടി, എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് വിനയുടെ ആത്മാവ് ലിൻഡയുടെ ശരീരം വിട്ടു പോവുകയും ചെയ്തു. ഇതൊരു യഥാർത്ഥ കഥയാണ് എന്നറിയുമ്പോൾ, വിനയ്ക്ക് സംഭവിച്ച ക്രൂരത ഓർക്കുമ്പോൾ ഈ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ കുറേ ആലോചിച്ചു. പ്രേതപ്പടം കണ്ട് കണ്ണ് നിറഞ്ഞത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു ക്രൂരത ഇനി ഒരു പെൺകുട്ടിക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.